ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഞങ്ങൾ ഇന്നൊരു ഓപ്പൺ റേഞ്ച് സൂവിൽ വന്നേക്കുവാണ്. ഇതാണ് വെറിബി ഓപ്പൺ റേഞ്ച് സൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആനിമൽസിനൊക്കെ കുറച്ചുകൂടെ അവർ ഫ്രീ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക, കേജിൻ്റെ ഉള്ളിലായിരിക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ വണ്ടിയിലൂടെ പോകുമ്പോൾ അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഓപ്പണായിട്ട് നടക്കുന്നൊക്കെ കാണാം. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അത് നിങ്ങളെയും കാണിച്ചു തരാം. ക്യാമറ നമ്മളങ്ങനെ സൂവിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതാ സൂവിൻ്റെ ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിനനുസരിച്ചാണ് നമ്മളിനി മുന്നോട്ട് പോകുന്നത്. ഇത് ഗൊറില്ല സ്പോട്ട്, നമ്മൾ ഗൊറില്ല സ്പോട്ട് പോയി. പക്ഷെ ഗൊറില്ലസ് ഒന്നും ഇല്ല ഗൈസ്. എവിടെ? എൻ്റെ അമ്മേ, ഞാൻ അതായിട്ട് കണ്ടത്. ഗൊറില്ലേനെ ഇഷ്ടപ്പെട്ടോ? ഗൊറില്ല ഒരു മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കും, ചൊറിഞ്ഞിരിക്കും. അടുത്ത ഏതാ അതിനകത്ത് മാപ്പിൽ? ഇതിന് നമ്മൾ ചുറ്റി പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ സഫാരി റൈഡിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം അതിന് നല്ല വലിയ ക്യൂ ഉണ്ട്. അപ്പോൾ ഇപ്പം നിന്നാലേ ഒരു കുറച്ചെങ്കിലും നേരത്തെ കഴിഞ്ഞിറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് സഫാരി റൈഡ് കഴിഞ്ഞ് പിന്നെ ബാക്കി ഇവിടെ അടുത്തുള്ള ആനിമൽസിനൊക്കെ കാണാമെന്ന് വിചാരിച്ചു അല്ലേ. നമ്മളതിൻ്റെ ക്യൂ കാണിച്ചു തരാം. നല്ല വലിയ ക്യൂ ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി ഒരു കറക്റ്റ് സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിരുന്നിട്ടുണ്ട്. ആനിമൽസിനെ കണ്ടാൽ കുറേ ആനിമൽസ് ഉണ്ട്, കുറേ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യമുണ്ടെങ്കിൽ അടുത്തേക്ക് വരും. Adventure to see some of the animals that we look after here at Werribee Zoo. Now, just as we head off, I'd like to remind you that it will get bumpy out here. So, dromedary camels in Australia now, right through all three of them. It's circulated back through the reed system that we're going to travel through as well. So, the natural filtration system. Very commonly known as black buck. They are headland species, and as the name suggests, they do the grasslands of India. There, of course, Werribee River. To our right-hand side, we do have our herd of North American bison, and neighbouring them, you might also spot one or two of our Mongolian wild horses. They've hidden themselves out of the sun though, so it can be quite hard to spot. Guys, ഇത് ostrich ആണ്. Grasslands, you can see animals like our dazzle of zebra, our plain zebra here to the left of us. The plains of New South Wales. ഉറങ്ങ. ഇത് മൂന്നെണ്ണം എന്ത് രസമല്ലേ ജിറാഫിനെ കാണാൻ. തലയിൽ 2 കൊമ്പും. Taking a dip to cool down. So that mud, that layer of mud.
They're sleeping in. ഗൈസ് നമ്മളങ്ങനെ സൂ മൊത്തം കണ്ടു കഴിഞ്ഞു. ലാസ്റ്റ് കാങ്കറൂസിനെയും ഓസ്ട്രേലിയയിലുള്ള ആനിമൽസിനെ കണ്ടു. കാങ്കറൂസ്, കോല അതിനൊക്കെ കണ്ടു. മടുത്തു. ഭയങ്കര ചൂടുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് നല്ലോണം മടുത്തു. ഇനി തിരിച്ചു പോവാം അല്ലേ? ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ബൈ.